അല്ല ഗൈസേ, സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പൊളി ഫിറോസ്, സജ്ജന, റസൂൽ പൂക്കുട്ടി, ആ ഒരു ലൂപ്പിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഗൈസ്, ഇവിടെ സംഭവം എന്താ വെച്ചാൽ, പൊളി ഫിറോസ് 3 വർഷമായിട്ട് സജ്ജനയുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അവർ സജ്ജനയ്ക്ക് 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് അവിഹിതമാണ്. റസൂൽ പൂക്കുട്ടിക്ക് മക്കളുണ്ട്, സജ്ജനയ്ക്ക് മക്കളുണ്ട്. അതായത് സജ്ജനയ്ക്കും ഫിറോസിനും, പൊളി ഫിറോസിനും അവർക്ക് മക്കളുണ്ട്. മക്കൾക്ക് അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് അവർ പല പരിപാടികളിലും ഒരുമിച്ച് ഹാജരാകുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, വളരെ ഹെൽത്തി ആയ രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റമൊന്നും പറയാണ്ട് അവരങ്ങനെ ജീവിക്കുന്നു. അതൊരു നല്ലൊരു സംഭവമാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് അവർ പരസ്പരം കുറ്റമൊന്നും പറയാണ്ട്, ചെളിവാരി എറിയാണ്ട്, വയലൻസിലേക്കൊന്നും കിടക്കാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് പല പ്രോഗ്രാമുകളിലേക്ക് പോകുന്നുള്ള മാതൃകാപരമായ ഒന്നാണ് എന്നുള്ള ഒരു സാധനം അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ, 3 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള സജ്ജനയും പുള്ളി ഫിറോസും, അതിൻ്റെ ഇടയിൽ 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയുമായിട്ട് ബന്ധം. അപ്പോൾ റസൂൽ പൂക്കുട്ടിയും സജ്ജനയും തമ്മിൽ എന്തോ ഒരു ഇൻകൾഫിക്കേഷൻ, അത് വളരെ മോശമായ ഒരു സംഗതിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാര്യം പറ്റേ, ഇത് സ്വിച്ച് ഇട്ട മാതിരി ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയല്ലല്ലോ സംഭവം. അതായത് സെപ്പറേറ്റഡ് ആയി, ഇപ്പോൾ 28-ാം തീയതി സെപ്പറേറ്റഡ് ആയി, 29-ാം തീയതി പുതിയ റിലേഷൻഷിപ്പ്, അങ്ങനെയാണ് സംഭവം. അല്ലെങ്കിൽ 28-ാം തീയതി 10 മണിക്ക് റിലേഷൻഷിപ്പ് ഇവർ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ 10 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് സംഭവം. അങ്ങനെയല്ലല്ലോ, ഇവിടെ മനുഷ്യന്മാരല്ലേ. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം, നമുക്ക് ഒരാൾ സെറ്റാവണില്ല തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് നമ്മളെ വേണ്ട തോന്നുകയാണെങ്കിൽ, നമ്മളായിട്ട് അങ്ങനെ വളരെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഒരു വൈബ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് ഹെൽത്തി ആയിട്ട് തോന്നാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വേണ്ട എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ കരിയറിനോ അവരുടെ സന്തോഷത്തിനോ അവരുടേതായ നീഡ്സിനോ വാൺസിനോ നമ്മളെ വേണ്ട എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത്, പിന്നെ അയാളുടെ പിന്നാലെ പോകാണ്ടിരിക്കുക, അയാളെ കുറ്റം പറയാണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവം പുരോഗമനപരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു കേസ്. അപ്പോൾ ഇവിടെ ഫിറോസ് ഇപ്പോൾ പറയുന്നത് സജ്ജനയെ ഡയറക്റ്റായിട്ട് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും റസൂൽ പൂക്കുട്ടിയെ ഡയറക്റ്റായിട്ട് മൂപ്പരിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് എപ്സ്റ്റീൻ ഫയൽസ് പോലെ ഇവിടെയുള്ള പല സെലിബ്രിറ്റീസിൻ്റെയും പല കാര്യങ്ങൾ ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരും എന്നുള്ള ഒരു വീഡിയോ ഒക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ സീക്രട്ട് ഏജൻറ്റ് പോയിട്ട് കുട്ടി ഫയൽസ് എന്നൊരു സാധനം ഇട്ടുണ്ടായിരുന്നു, റസൂൽ പൂക്കുട്ടിയെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ കേസ്, ഇവിടെ അവർ മൂപ്പരുടെ എക്സ് വൈഫ്, അതായത് പൊളി ഫിറോസിൻ്റെ എക്സ് വൈഫ് റസൂൽ പൂക്കുട്ടി എന്നുള്ള സെലിബ്രിറ്റിയുമായിട്ട് അവർ അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? ഫിറോസ് പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാകത്തേക്ക് വന്നത്. മൂപ്പര് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴങ്ങനെ പെയിൻഫുള്ളായ ഒരു എക്സ്പീരിയൻസ് മൂപ്പര് അത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള വരുന്ന ഒരു എക്സ്പ്രഷനായിരിക്കാം ആ ഒരു സാധനം എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നൊരു സാധനം എന്താ വെച്ചാൽ, എന്തൊക്കെ പറഞ്ഞാൽ അത് വിടുക, ലീവ് ദാറ്റ് ടോപ്പിക്, അല്ലെങ്കിൽ ആ വിഷയം വിടുക. അവരിപ്പോൾ ഹാപ്പി ആയിട്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ, കല്യാണം കഴിക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും ഗൈസ്. നമുക്കിങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടായിരിക്കും, നമ്മൾ ഒരാളുമായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എക്സൈറ്റ്മെൻറ്റൊക്കെ ഒരു സ്റ്റേജിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. തുടക്കത്തിലുള്ള അതേ വൈബ് എല്ലാ കാലത്തും ഉണ്ടാവണം ഒരു നിർബന്ധമില്ല. അത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡൈനാമിക്സ്, ഒരു മെക്കാനിസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ വേണ്ടാന്ന് വെച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്ര അടിപൊളിയാണെന്ന് നമുക്ക് തോന്നിയാൽ മറ്റേ ആൾക്ക് അങ്ങനെ അടിപൊളിയായിട്ട് തോന്നണമെന്നില്ല ഗൈസേ. ഞാൻ ഫിറോസിൻ്റെ കാര്യമില്ല, പൊതുവേ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, എൻ്റെ കയ്യിൽ ചിക്കൻ ബിരിയാണിയാണ്, ഞാൻ ആൾക്ക് ചിക്കൻ ബിരിയാണിയാണല്ലോ കൊടുക്കുന്നത്, എന്നിട്ടും ആൾക്ക് അതിനോട് റെസ്പെക്റ്റ് ഇല്ല, വിലയില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് മറ്റാൾക്ക് ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഒന്നും മടുത്തിട്ടുണ്ടായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ മറ്റാൾക്ക് ഇപ്പോൾ വേണ്ട ചിക്കൻ ബിരിയാണി ആയിരിക്കില്ല. എല്ലാ കാലത്തും ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടണമെന്നില്ല, തുടക്കത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട്. പിന്നെ ആൾക്കിപ്പോൾ ചിക്കൻ ബിരിയാണി ഉള്ള തീറ്റ നിർത്തിയിട്ടുണ്ടായിരിക്കും, അതിനുള്ള എല്ലാ ക്രേസും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ ബിരിയാണിയാണെന്നുള്ളതുകൊണ്ട് ആ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് സെറ്റ് ആവുണ്ടാവുക. അയാൾക്ക് ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ആവശ്യമുള്ളെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളിയാണെന്ന് നമുക്കൊരു തോന്നലുണ്ട് എന്നത് കൊണ്ട് മറ്റേ ആളുകൾക്ക്, നമ്മുടെ പാർട്ട്ണറിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നണം ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പൊളി ഫിറോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഈ സജ്ജനേനെ റസൂൽ പൂക്കുട്ടി അവരെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടൊന്നും കാര്യമില്ല. അവനവൻ്റെ ലൈഫ് നോക്കി പോവുക, അവനവൻ്റെ കുട്ടികളുടെ കാര്യം നോക്കുക, അവനവൻ്റെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അവനവന് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപെടുക, അവനവന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ സോഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിലൊക്കെ കയറി ഇടപെടുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക.
ഓർഫനേജുകൾ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഓൾഡ് ഏജ് ഹോമുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുക, സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പുസ്തകങ്ങൾ വായിക്കുക, യാത്ര ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം ആളുകൾക്ക് ഷെയർ ചെയ്യുക, കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുക, അവരെ കൊണ്ട് ട്രിപ്പ് പോവുക, സ്വയം ട്രിപ്പ് പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വെറുതെ ഈ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? വീണ്ടും അൺഹെൽത്തി ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ് എനിക്ക് പൊളിഫിറോസിൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊളിഫിറോസ് ബിഗ് ബോസിൽ വന്നപ്പോൾ ഒരുപാട് ഫാൻസ് സജ്ജനയ്ക്ക് പൊളിഫിറോസിനുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കപ്പിളായിട്ട് ഇങ്ങനെ എല്ലാ കാലം മുന്നോട്ട് പോകുന്നൊക്കെ പ്രതീക്ഷിച്ച ആളുകൾക്ക് ആ പ്രതീക്ഷ തെറ്റിപ്പോയതിലുള്ള ഒരു നിരാശയോ ഷോക്കോ അങ്ങനെ എന്തൊക്കെയുണ്ട് തോന്നുന്നു. പിന്നെ പലരും റസൂൽ പൂക്കുട്ടീനെ ഇതിൽ വളരെ മോശപ്പെട്ട ഒരാളായിട്ട്, റസൂൽ പൂക്കുട്ടീനെ ഇതിലൊരു വില്ലനായിട്ടൊക്കെ ഇങ്ങനെ കാണുന്ന കേസ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു നറേറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സംഗതി വരുന്ന സമയത്ത്, ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് ആളുകൾക്ക് അവിടെ ഒരു ഹീറോനെ അല്ലെങ്കിൽ ഹീറോയിനെ അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന ഒരാളെ അവിടെ കണ്ടെത്തുക, അപ്പുറത്ത് റോങ് ഉള്ള രീതിയിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു വില്ലനെ അല്ലെങ്കിൽ ഒരു വില്ലത്തിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര, ഒരു പ്രവണത ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേസ്. ഇവിടെ ഞാൻ ഒരു കാര്യം പെട്ട കേസ്, നമ്മൾ എത്രത്തോളം ഹീറോ ആണെന്ന് വിചാരിച്ചാലും ഒരു പക്ഷെ മറ്റുള്ളവരുടെ ചിലരുടെയും കണ്ണുകളിൽ നമ്മളൊരു വില്ലനായിട്ടുണ്ടായിരിക്കും. പിന്നെ ചില ആളുകൾ ഇയാൾ വില്ലനാണ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ചിലപ്പോൾ അതിൽ ഹീറോ. ചിലപ്പോൾ ഹീറോ പറയുന്ന ആൾക്കൊരു വില്ലൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സാധനം കൂടി വരുന്നുണ്ടായിരിക്കാം, മിക്സ് ആയിരിക്കാം. അതുപോലെ ഈ വില്ലൻ തോന്നുന്ന ആൾക്ക് ഹീറോൻ്റെ ഒരു സാധനം കൂടി ഒരു അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടർ ട്രൈറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഉണ്ടാവാം ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പം ഞാനിവിടെ ഈ ഒരു വിഷയത്തിൽ നോക്കിക്കാണുന്നത് വെച്ചാൽ, പലരും പൊളിഫിറോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ റസൂൽ പൂക്കുട്ടീനെയും സജ്ജനേനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ആ ഒരു രീതിക്ക് മാത്രം കാര്യങ്ങൾ പോകുന്നത്. ചില ആളുകൾ ഇവിടെ റസൂൽ പൂക്കുട്ടീനെ സജ്ജനേനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫിറോസ് ഇനി എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് കുറിച്ചിട്ട് അങ്ങനെ ആ ഒരു ആംഗിളിൽ മാത്രം വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഞാനിത് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പല രീതിയിൽ നോക്കിക്കാണാൻ എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സിനിമ എന്താ വെച്ചാൽ, മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, പൃഥ്വിരാജിൻ്റെ എക്സ് വൈഫായിരുന്നു ഭാവന. എന്നിട്ട് നിവിൻ പോളിയായിട്ട് കമ്പനിയാണ്. നിവിൻ പോളി എന്ന് പറയുകയാണെങ്കിൽ വേറെ കുറേ ഉടായ്പ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യ, പക്ഷേ അവൻ നല്ലൊരു ഭർത്താവാണെന്ന് ഭാവനയ്ക്ക് തോന്നിയുകൊണ്ട് അവൻ്റെ കൂടെ ജീവിച്ച്. അപ്പോൾ അവസാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൃഥ്വിരാജും നിവിൻ പോളിയും ഇവർ തമ്മിലുള്ള ഒരു കശപശകളും അവർ തമ്മിലുള്ള സംഗതികളും ഇവൻ ലോക ഉടായ്പാണെന്നുള്ളത് പൃഥ്വിരാജിനറിയാം. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അവസാനം ഭാവനയ്ക്ക് മനസ്സിലാവും ഈ ചങ്ങായി ശരിയല്ല എന്നുള്ളൊരു സംഗതി. പക്ഷേ ഭാവന അവൻ്റെ കൂടെ ഹാപ്പി ആയിരുന്നു, അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു റസൂൽ പൂക്കുട്ടി ഉടായിപ്പാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് കേസ്. ചില സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നമുക്ക് കുറേ തെറ്റ് പറ്റാം. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാവാൻ തോന്നുന്ന ആളുകൾ എല്ലാ കാലത്തും സെറ്റാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഡിസിഷൻസൊക്കെ വളരെ തെറ്റായിരിക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ചില സമയത്ത് നമ്മൾ ഇത് അടിപൊളിയാണ് തോന്നുന്ന സമയത്ത് അങ്ങനെ അടിപൊളി ആവില്ലായിരിക്കും. നമ്മൾ ആ ഒരു ട്രോമ ബോണ്ടിലോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ അങ്ങനെയുള്ള ഒരു ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ഏണി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കച്ചിത്തുരുമ്പൊക്കെ ആയിരിക്കാം പുതിയ ഒരു ആൾ നമ്മുടെ ലൈഫിലേക്ക് കയറി വരുമ്പോൾ അയാളെ ചിലപ്പോൾ നമ്മളങ്ങനെ കാണുന്നത് അതൊരു തരം യൂസ് പോലെയൊക്കെ ആയിരിക്കാം, അയാളെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൻ്റെ മെക്കാനിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നോക്കി കാണേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് ഫിറോസിൻ്റെയും സജ്ജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും ആ ഒരു വീഡിയോസ്, ആ വീഡിയോസിന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളുടെ അവരുടെ വീഡിയോസിലൊക്കെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ സ്വന്തം കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഇത്രയും കൺസേൺ കെയർ ഉണ്ടാകുമെന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ടുണ്ട് കേസേ, ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ സെലിബ്രിറ്റികളായതുകൊണ്ട് ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവരുടെ അവഹിതങ്ങൾ, ഇവരുടെ കുൽസിതങ്ങൾ, ഈ ഒരു എലമെൻറ്റ് ചകഞ്ഞ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ത്വരയുള്ള വളരെ വോയൂറിസ്റ്റിക് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുള്ളിടത്തോളം കാലം എന്താ വെച്ചാൽ ഇവരുടെ ഈ ഇങ്ങനെയുള്ള ബ്രേക്കപ്പ്, അതായത് കല്യാണം, ബ്രേക്കപ്പ്, എക്സ്ട്രാ മെറിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ അന്വേഷിക്കാനായിട്ടുള്ള കുറേ ആളുകളുണ്ടായിരിക്കും. പിന്നെ അങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ആളുകളുണ്ടായിടത്തോളം കാലം ഈ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചും ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഇത്രയുള്ള കേസ്, നമ്മൾ ലീഗൽ ഏജിലുള്ള ആളുകൾ അത് ഏത് പ്രായമായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ അവരുമായിട്ട് റിലേഷൻഷിപ്പിലാവാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കുണ്ട്. നമ്മൾ അതിൻ്റെ ശരിയോ തെറ്റോ കണ്ണുകളിലൂടെ നോക്കി കണ്ടിട്ട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന സാധനങ്ങൾ എല്ലാവർക്കും ശരിയാവണമെന്നില്ല, നമുക്ക് തെറ്റ് തോന്നുന്ന സാധനങ്ങൾ എല്ലാവർക്കും തെറ്റാവണമെന്നില്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ തന്നെ ശരി, അങ്ങനെയൊന്നുമില്ല കേസ്.
അങ്ങനെയൊന്നുമില്ല. പല ആളുകളും ഇങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഈ പകൽമാന്യന്മാർ പകൽമാന്യത്തിൽ അവർ വെറുതെ ഞങ്ങളൊക്കെ അടിപൊളിയാണെന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അയ്യോ ഇയാൾ ഇങ്ങനെയുള്ളൊരു മോശക്കാരനായ ഒരാളാണെന്ന് വിചാരിച്ചില്ലാന്ന്. റസൂൽ പൂക്കുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റസൂൽ പൂക്കുട്ടി മോശക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഉറപ്പിക്കുന്നത് കേസ്? ഫിറോസ് നല്ലൊരു മനുഷ്യനാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഉറപ്പിക്കുന്നത്? നമുക്ക് ഈ വീഡിയോസിലൂടെ മാത്രമല്ലേ ഫിറോസിനെ അറിയുള്ളൂ, അല്ലാണ്ട് ഫിറോസിൻ്റെ കൂടെ ജീവിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും ഇല്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ പല ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ സ്ലട്ട് ഷെയിം ചെയ്യാനുള്ള ഒരു പ്രവണത പൊതുവേ ഈ സമൂഹത്തിലുണ്ട്. അതായത് അവൾക്കൊരു റിലേഷൻഷിപ്പിന് അപ്പുറത്തേക്ക് വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ പറയും ഇവള് മറ്റേ കേസാണ്, പോക്ക് കേസാണ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ സജിനേനെ അങ്ങനെ എയറിലാക്കുന്ന ട്രോളുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അതിനോട് വലിയത് ഇതെന്തപ്പോൾ ഇതിങ്ങനെ ഞാനിത് ഈ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഒബ്സേർവ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇതിങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് പലപ്പോഴും പേടിയാണ്. അതായത് അത് തെറ്റിപ്പോവുക എന്നുള്ളൊരു സാധനം കൊണ്ടാണ്. അങ്ങനെ ആവാം, ദർ ഇസ് എ പോസിബിലിറ്റി, അതാണ് സംഭവം. ദർ ഇസ് എ ചാൻസ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ ചില കാര്യങ്ങൾ ചില ആളുകൾ ഇങ്ങനെ ആധികാരികമായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ആധികാരികമായിട്ടൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ എന്തടിസ്ഥാനത്തിലാണ് ഒരു കൺക്ലൂഷനിലൊക്കെ എത്തുന്നത് എന്നാണ്. നമുക്ക് പലപ്പോഴും ഒരാളുടെ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ റിലേഷൻഷിപ്പുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് ഇത് ശരി ഇത് തെറ്റെന്ന് പറയാൻ പറ്റില്ല കേസ്. നമ്മൾ കുറച്ചും പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണിയുടെ കാര്യം. നമുക്ക് ഇപ്പോൾ മറ്റേ ആൾ ഭയങ്കര ഡീസൻ്റായ ഒരാളാണ് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് അയാളുടെ കൂടെ ജീവിക്കുന്ന ആൾക്ക് അതങ്ങനെ തോന്നണമെന്നില്ല. പിന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ പറയുന്ന പോലെ വേറെ നമ്മൾ പറയുന്ന പോലെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മാത്രമല്ല അവിടെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, റിലവൻ്റ് ആയ കാര്യങ്ങൾ, ബാത്റൂം ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റൈല്, അതേപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വൈബ്, അതേപോലെ ഫിസിക്കൽ ക്ലെൻലിനെസ് എന്നുള്ള, അതുപോലെ ഒരു ചില ആളുകൾ ഒരാളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതൊക്കെ നോക്കേണ്ടതായിരിക്കും. ഞാനൊരു കാര്യം വിട്ട കേസ്, ഇപ്പോൾ ചില ആളുകളുണ്ട് ഫാമിലി വിട്ടിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ കൂടുതൽ ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഭാഗം ശരിയായിരിക്കും. പക്ഷെ ഒരു വൈഫ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു കുട്ടികൾ എന്നുള്ള രീതിയിലോ നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അതൊരു പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് വേണ്ടത്ര കെയർ കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇവിടെ ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സാധനമല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ ആൻ മരിയ കലിപ്പിലാണെന്നുള്ളൊരു സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും. ഇവിടെ മറ്റവന് വരുന്നതാണ് സജു വർഗീസോ എന്താ മൂപ്പര എന്താണ് സംഭവം മനസ്സിലായതോ? ആൻ മരിയല്ലേ, ആൻ മരിയയുടെ അച്ഛനായിട്ടുള്ള ഓനല്ലേ. ഓൻ എന്ത് ചെയ്ത്, ഓൻ ഡോക്ടറാണ്, ഓൻ അങ്ങനെ റെഡ് ക്രോസിൽ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകും, സോഷ്യൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവൻ്റെ ഒരു പാഷൻ അതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ കൊച്ചനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ പപ്പേനെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അവൻ്റെ ഭാര്യ ടീച്ചർ എന്തോണില്ലേ, ടീച്ചർ ഡോക്ടർ എന്തോണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഒരു ഹസ്ബൻഡിൻ്റെ രീതിയിലുള്ള ഒരു കെയർ കിട്ടുന്നില്ല. അവർക്ക് നല്ലൊരു ഫാമിലി ലൈഫാണ് വേണ്ടത്. അവർക്ക് സോഷ്യൽ സർവീസ് ഇതൊക്കെ ബോണസാണ്, എക്സ്ട്രാ സംഭവമാണ്. അല്ലാണ്ട് മൊത്തം സോഷ്യൽ സർവീസിന് വേണ്ടി കെട്ടിയവൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ ഫാമിലി നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം മൊത്തം മൂപ്പത്തിയേരുടെ മണ്ടയിലാണ്. അപ്പോൾ മൂപ്പത്തിയേർക്ക് ഡിവോഴ്സ് വേണം എന്നുള്ളൊരു സംഗതി ഉള്ള ഒരു ലെവലിലേക്ക് എത്തണം. അവർക്ക് അവരുടേതായ ഒരു ലൈഫുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കേസ്. അപ്പോൾ സജ്ജനയ്ക്ക് എന്താ വെച്ചാൽ സജ്ജനയ്ക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ആയാലും ഇല്ലെങ്കിലും ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് അവരിഷ്ടപ്പെടുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായ ഹെൽത്തി ആയി തോന്നുന്ന ഒരു ലൈഫിലേക്ക് പോകാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. ഓക്കെ, അതിപ്പോൾ ഫിറോസ് ഇങ്ങനെ അതിനുള്ള അങ്ങനെ ഒരാളെ 37 സജിനെ കണ്ടെത്തി എന്നതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്നോ അയാളുടെ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പോലെ കുട്ടി ഫയൽസ് പുറത്ത് വരുന്നത് പറഞ്ഞാലൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. അത്രയേ ഉള്ളൂ. പിന്നെ റസൂൽ പൂക്കുട്ടീനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരിക്കും, സജിനേനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ പൊളി ഫിറോസിനെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പൊളി ഫിറോസിന് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കണം പൊളി ഫിറോസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി, സജ്ജന ചെയ്തതും റസൂൽ പൂക്കുട്ടി ചെയ്തതും മോശം, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു വിഷമം വരുമ്പോൾ അയാൾക്കെതിരെ എന്തുകൊണ്ടാണോ അയാൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവുന്നത്, ആ വിഷമത്തിന് കാരണക്കാരായ ആളുകൾ മൊത്തം മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് റസൂൽ പൂക്കുട്ടീനെ ഇഷ്ടമല്ല വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കുക റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും നമ്മളത് അംഗീകരിക്കില്ല, കാരണം നമുക്ക് റസൂൽ പൂക്കുട്ടീനെ ഇഷ്ടമല്ലല്ലോ. ഞാനൊരു പോയിൻ്റ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കേസ്. ഈ റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടാണ് ഞാനിതിൽ പൊതുവേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതായത് റിലേഷൻഷിപ്പുകൾ നമ്മൾ വിചാരിക്കണ പോലുള്ള ഒരു മെക്കാനിസം ആവണമെന്നില്ല, അതിൻ്റെ ഒരു ഡൈനാമിക്സ് അങ്ങനെ ആവണമെന്നില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം കൂടാനും കുറയാനും ഒക്കെ
നിമിഷങ്ങൾ മതി ഗൈസ്. പിന്നെ ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ അത് എല്ലാ കാലത്തും പറ്റണമെന്നൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് നമ്മുടേതായ പ്രൈവസി കൊണ്ടുവരും. ഇപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ഒരേ റൂമിൽ താമസിക്കുന്ന സമയത്ത്, ഒരേ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് വളരെ ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫിലേക്ക് അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ലെനയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നു ഗൈസ്. ലെനയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയാണ് കല്യാണം കഴിച്ചത് അല്ലേ? ലെന പല ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ സിങ്കായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ഇവർ ഡിവോഴ്സ്ഡായി. ഇവർ ഡിവോഴ്സ് ആവുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു രീതിയിലൊക്കെ പോയത്. അപ്പോൾ ലെന എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെനൻ്റെ കെട്ടിയവർ പറയുന്നത് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നു, ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് പോവാം. അങ്ങനെയാണ് പോയത്. ലെന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ലെന എന്നിട്ട് ഒരു സയൻസ് ഫീൽഡിലുള്ള ഒരു മനുഷ്യനെയാണ്, റോക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് മൂപ്പത്തിയൊരു കല്യാണം കഴിച്ചത്. ഓക്കെ, അന്ന് കരുതിയിട്ട് ലെന ഇത് മോശത്തരാണെന്നോ കെട്ടിയോൻ പറ്റിച്ച് പോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേസേ. മുമ്പത്തെ എക്സ് ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നത് അത് അവരുടെ ഒരു ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഈ ബ്രേക്കപ്പ് ആവുന്നതും ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നതും ഇതിനൊന്നും വലിയ രീതിയിൽ നമ്മൾ വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പല ആളുകളുടെ ഇപ്പോഴുള്ള ചിന്ത എന്താ വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും അവരങ്ങനെ ഭാര്യയും ഭർത്താവും ആ കുട്ടികളായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിട്ട് ഒതുങ്ങി കൂടണമെന്ന് പറയാൻ പറ്റില്ല. ഇത് മനുഷ്യർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും. ഈ പ്രയോറിറ്റീസ് ചില സമയത്ത് ചേഞ്ച് ആവും. ചില സമയത്ത് കരിയറിൻ്റെ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ കല്യാണം കഴിച്ച സമയത്തുള്ള അവരൊരുമിച്ച് ജീവിക്കുന്ന സമയത്തുള്ള ഒരു പ്രയോറിറ്റീസ് ആവണമെന്നില്ല. പിന്നീട് ചിലപ്പോൾ ജോലിയുടെ ഒരു കാര്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരാളായിട്ട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ആ ജോലിയെ മറ്റേ ആളുടെ പ്രയോറിറ്റീസ് ബാധിക്കുന്നുണ്ട് തോന്നുന്ന സമയത്ത് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരാനുള്ള പ്രവണത കാണിക്കും, അല്ലെങ്കിൽ പുറത്ത് വരേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചില ഇത് സംഭവിച്ചിട്ടില്ലേ. ഇപ്പോൾ മറ്റേ ആളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഡിവോഴ്സ്ഡ് അയക്കുന്ന സ്ത്രീകളോട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ 2 കുട്ടികൾ ഈ സ്ത്രീയുടെ അടുത്തുണ്ട് വിചാരിക്കുക. അപ്പോൾ ആ സ്ത്രീയോട് പറയുന്നുണ്ടായിരിക്കും മറ്റേ ആളെ റീമാരേജിൻ്റെയൊക്കെ ടൈമിൽ മറ്റേ ആളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് നല്ലതായിരിക്കും. അപ്പോൾ പറയുന്നുണ്ടായിരിക്കും എനിക്ക് അയാളെ അങ്ങനെ നോക്കി കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അല്ല എൻ്റെ കുട്ടികളുടെ ഭാവി ഓർത്തിട്ട് ലീഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും കേസ്. ചില ആളുകൾ ഇങ്ങനെയാണ്, മറ്റെങ്ങനെ മഹാമോശമാണ് പിന്നെ എങ്ങനെയാണ് നീ മറ്റവനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നുണ്ടായിരിക്കും എനിക്ക് അയാൾ സെറ്റാണ് അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ ചില ആളുകൾ 3 4 കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവർ പല ആളുകളും സ്ലഡ് ഷെയിം ചെയ്തിട്ടൊക്കെ ആ സ്ത്രീകളെ അങ്ങനെയൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഒരു മൂപ്പത്തിയുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി. അത് അയാൾ കള്ളുകുടിയനാണ്, പിന്നെ അവനെയാണോ നീ കല്യാണം കഴിക്കുന്നത്, അത് 4ാം ഭർത്താവായിട്ട് എന്നൊക്കെ പറയും. അത് അവർക്ക് ഇപ്പോൾ 4 കുട്ടികൾ 5 കുട്ടികൾ എന്തുകൊണ്ട് ഇത്രയും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പക്ഷേ അവർക്ക് അവരുടേതായ ശരികളുണ്ടായിരിക്കും. ഞാൻ അതിനൊന്നും ന്യായീകരിക്കല്ല കേട്ടോ. ഞാൻ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്ന സാധനം ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മുടെ ഈ അനലൈസ് ചെയ്യുന്ന ലെൻസിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കണം എന്നില്ല കേസ്. അത്രയേ ഉള്ളൂ സംഭവം. നമുക്കിഷ്ടപ്പെടുന്ന സംഗതി വേറൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പിന്നെ മറ്റൊരാൾ നമ്മുടെ എല്ലാവരുടെയും ഈ പെർസെപ്ഷൻസിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന, റിലേഷൻഷിപ്പുകളെ നോക്കിക്കാണുന്ന, വ്യക്തികളെ നോക്കിക്കാണുന്ന രീതികളൊക്കെ പലപ്പോഴും മാറുന്നുണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ചിലത് നമ്മൾ വളരെ അടിപൊളിയെന്ന് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേറൊരു രീതിയിലായി പോകുന്നുണ്ടായിരിക്കാം. പ്രയോറിറ്റീസ് ചേഞ്ച് ആവുന്നുണ്ടായിരിക്കാം. അതേപോലെ എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും ഗൈസ്. ഇതൊക്കെ ഒരു സംഭവമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് അമേയ വിഷ്ണു, ഇപ്പോൾ അമേയ അഭി എന്നല്ലേ ആ ഒരു അവരുടെ ഒരു സംഗതി ഓർമ്മ വരുന്നത് ഗൈസ്. അപ്പോൾ അമേയ വിഷ്ണു എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട്, അതായത് പെണ്ണിന് ചെറിയ പ്രായമായിരുന്നു, ചെക്കന് 25 വയസ്സെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ച സമയത്ത് ഓൻ കഞ്ചാവും അതും പരിപാടിയായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ബോധമില്ല. അപ്പോൾ ഒരു ഭാര്യനെ കെയർ ചെയ്യേണ്ട ഒരു സാധനം അവൻ കൊടുക്കണമില്ല. അങ്ങനെ ഒരു രീതിയിലിരിക്കുന്ന സമയത്ത് ഇവളെ ഒരുത്തനായിട്ട് കമ്പനിയായി. അവരിപ്പോൾ അത് ഒരുമിച്ച് ജീവിക്കണു. അവൻ്റെ വീട്ടിലേക്ക് ഓളെ കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ ജീവിക്കുന്നു. അതിന് അമ്മേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന, സ്ലഡ് ഷെയിം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ അവളുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കെട്ടിയോ എന്നുള്ളത് പേരിന് മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ബോധമില്ല. അതേപോലെ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ ഈ ഗർഭപാത്രം വാടകയ്ക്കുള്ള അങ്ങനെ സംഭവമില്ല, അതിന് വരെ ഇവളെ നിർബന്ധിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു വൈഫ് എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ എന്താ വെച്ചാൽ കൽപ്പനയും കാന്താരി വൈബെന്ന് മാറിയിട്ട് അവളൊരു ഭാര്യ എന്നുള്ള ലെവലിൽ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ അവൾക്ക് ഒട്ടും ഹെൽത്തി അല്ല തോന്നിയിട്ടുണ്ടായിരിക്കും, ഒട്ടും സേഫ് അല്ല തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വേറൊരുത്തനായിട്ട് സെറ്റ് ഉണ്ടാവും, അപ്പി എന്നുള്ള ഒരുത്തനായിട്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾ എന്താ ചിന്തിക്കുക, ഓ അവളതാ വേറൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയി, ഇത്രയേ ഉള്ളൂ. അതോടുകൂടി കൺക്ലൂഡ് ചെയ്ത് അവൾ സ്ലട്ടാണ്. ഇതാണ് ആളുകളുടെ ഒരു സംഭവം, പെർസ്പെക്റ്റീവ്. അപ്പം
വലിയ കാര്യമില്ല കേസ്. അവനവന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ജീവിക്കുക, അവരവർക്ക് ആ ഇഷ്ടം കുറഞ്ഞു പോയി തോന്നുന്നുണ്ടെങ്കിൽ വേറൊരാളായിട്ട് സെറ്റാവും തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ പോവും. അത്രയേ ഉള്ളൂ. ഇത് തുടക്കത്തിലൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്കിത് അക്നോളജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നം. എനിക്കൊന്നും ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. അതായത് എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരാൾ വേറൊരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അയാളുടെ കൂടെ റിലേഷൻഷിപ്പിലാവുമ്പോഴൊക്കെ വളരെ പെയിൻഫുള്ളായ ഒരു സാധനമൊക്കെ തുടക്കത്തിൽ തോന്നിയിരുന്നു. അപ്പോൾ സംബന്ധിച്ച് വെച്ചാൽ ആ പെയിനിലൂടെ എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും. ഞാനത് മനഃപൂർവ്വം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടാണ് പലപ്പോഴും അത്. പക്ഷേ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ അടിപൊളിയാണ് നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല, നമ്മൾ അടിപൊളിയല്ല. ചില ആളുകളുടെ ലൈഫിലൊക്കെ നമ്മളൊരു വില്ലനാണ്, അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിലൊക്കെ നമ്മൾ ഭയങ്കര ബോറനാണ്. ചില ആളുകളുടെ ലൈഫിലൊക്കെ നമ്മൾ വളരെ പഴഞ്ചനായിരിക്കും. ചില ആളുകളുടെ ഇതിലൊക്കെ ആറ്റിറ്റ്യൂഡിൽ എന്താ വെച്ചാൽ നമ്മൾ മഹാപൊട്ടനായിരിക്കും, മണ്ടനായിരിക്കും, അരപ്പൊട്ടനായിരിക്കും, ഒട്ടും റൊമാൻറ്റിക് ആവില്ലായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേസ്. പിന്നെ ചില ആളുകൾ എന്താ വെച്ചാൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്പേസിൽ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരുടെ ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ, സിനിമ അതേപോലെ മ്യൂസിക് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു വൈബുള്ള ആളുകളെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു പാഷൻ അനുസരിച്ചിട്ടുള്ള ഒരു വൈബ് അവരുടെ ഫാമിലി ലൈഫിൽ അവർക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് പല ആർട്ടിസ്റ്റുകളും സിംഗിളായിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നത്, ഡിവോഴ്സ്ഡ് ആവുന്നത്, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ ചില ആളുകൾ എന്താ വെച്ചാൽ അവരുടെ കരിയറിന് അടിപൊളിയാവാൻ വേണ്ടി കാശ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് റിലേഷൻഷിപ്പിൻ്റെ ഒരു സാധ്യതയും അന്വേഷിച്ച് ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ അത് പറഞ്ഞപ്പോൾ എലോൺ മസ്കിൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, എലോൺ മസ്കിൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു സിംഗറായിരുന്നു. എത്രാമത്തെ ഗേൾ ഫ്രണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പം മൂപ്പത്തിയേർക്ക് കുറേ സ്പോൺസേഴ്സും ഇതൊക്കെ എലോൺ മസ്കിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂപ്പത്തിയേർക്ക് കിട്ടി. അപ്പോൾ മൂപ്പത്തിയുടെ ലൈഫ് അങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന് പിന്നീട് സംഭവിച്ചു ഇവർ രണ്ടുപേരും ബ്രേക്കപ്പായി. അങ്ങനെയൊക്കെ സംഭവം. അങ്ങനെയാണ് എലോൺ മസ്ക് ആ ട്വിറ്ററിൻ്റെ സംഭവം എടുക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ആ കഥ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലേ. ഇതിൻ്റെ വേറെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ ഫസ്മിനായിട്ടുള്ള ആ ഒരു സംഗതി എനിക്ക് ഓർമ്മ കിട്ടുന്ന കേസ്. അതായത് ഫസ്മിന സക്കീർ ലൈം ലൈറ്റിൽ വരുന്നത് തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് എന്നുള്ള ലെവലിലാണ്. അപ്പോൾ അതൊന്നും അവൾക്കൊരു വിസിബിലിറ്റി കിട്ടി. അതിനുശേഷം ലല്ലൂബി എന്നുള്ള ലോഗോ ഉണ്ടായപ്പോയിട്ട് മുപ്പത്തിയേര് കമ്പനി ഒന്ന് ആലോചിച്ച് നോക്കി. തൊപ്പിയെ പോലുള്ള, ഇപ്പോൾ തൊപ്പീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭൂരിയാകുമ്പോഴായിരിക്കും. തൊപ്പീനെ തുടക്കത്തിൽ ഹേറ്റഡ് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ തൊപ്പീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൊപ്പീനെ പോലുള്ള ഒരുത്തനെ ചതിച്ചിട്ട് ഓള് മഹാ ഉടായ്പായിട്ടുള്ള ഒരു ജിഗോളോ സെറ്റപ്പിലൊക്കെ പോയോണ്ടിരിക്കുന്ന മറ്റവനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചയായിരുന്നു. അത് ഫസ്റ്റ് മിനിക്ക് ആ സമയത്ത് അതാണ് കംഫർട്ടബിളായിട്ട് സെറ്റായിട്ട് തോന്നുന്ന കോളൊക്കെ വിടും. അതിന് ശേഷം അവൾക്കും പല റിലേഷൻഷിപ്പുകൾ അങ്ങനെ ആയി പോയി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുക. ആ ജലനോ അങ്ങനെ ഒരു ചെങ്ങായിക്കല്ലേ. അപ്പോൾ അവൾ പിന്നെ പോയ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതാണ് ആളുകളുടെ ലൈഫ്. നമ്മൾ വിചാരിക്കണ പോലെ ആവണമെന്നൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ പ്രയോറിറ്റീസും നീഡ്സ് ആൻഡ് വാണ്ട്സും ഒക്കെ ഉണ്ട് കേസ്. അത് ഫിസിക്കലായിരിക്കാം, മെൻ്റലായിരിക്കാം, സ്പിരിച്വലായിരിക്കാം, ഫാമിലിപരമായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം. ചില ആളുകൾക്ക് കാശായിരിക്കും കൂടുതൽ പ്രാധാന്യം, ചിലർക്ക് അടിച്ചുപൊളി ലൈഫായിരിക്കും ആഗ്രഹം. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കും ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ ഭയങ്കര എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് സെക്ഷൽ റിലേഷൻഷിപ്പുകളും അങ്ങനെ ഇങ്ങനെ പോയി കിടക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ ഇവർക്ക് തോന്നുന്നില്ല ഇതൊന്നും വേണ്ട, ഒരാളിലേക്ക് ഒതുങ്ങാം, അങ്ങനെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി മേക്കിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ ഇതൊന്നും വേണ്ട, ഒരാൾ നമ്മുടെ ലൈഫിൽ വേണ്ട, സിംഗിളായി ജീവിക്കുക അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് പെയിൻഫുൾ എക്സ്പീരിയൻസ് കിട്ടിയ ആളുകൾക്ക്. ചില ആളുകൾ എന്താ വെച്ചാൽ ബുദ്ധനെ പോലുള്ള ആളുകൾ അവർ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് എല്ലാ സൗഭാഗ്യങ്ങൾ കിട്ടിയിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു പ്രത്യേക ടൈമിൽ തോന്നുന്നുണ്ടായിരിക്കും, അതായത് ഇതൊന്നും വേണ്ട, ഇനിയൊന്ന് എന്താ പറയുക ധ്യാനിക്കാൻ പോകാതെ അങ്ങനെ ആളുകളുണ്ട് കേസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ബുദ്ധനെ സമൂഹത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും, ബുദ്ധൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതിനെ വേറെ രീതിയിൽ അലച്ചൊക്കെ ഒരു വീട്ടമ്മയുടെ ഭാഗത്ത് അലച്ചൊക്കെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് അലച്ചൊക്കെ അവൻ ചെയ്ത് തോന്നിയതല്ലേ. ഒരു പെണ്ണിനെ വിട്ടിട്ട് അങ്ങനെ പോകുന്ന സാധനം ഭയങ്കര സംഭവം. പിന്നെ ഒരു വേറൊരു കാര്യമുണ്ട് കേസ്, ബുദ്ധ കല്യാണം കഴിച്ചിട്ടില്ലേ ഉണ്ട് ഇതാണ് എൻ്റെ വിശ്വാസം കേസ്. ഇതിൻ്റെ വേറൊരു സംഭവമുണ്ട്, മറ്റേ ഇൻ ടു ദ വൈൽഡ് എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ക്ലിക്ക് ആവുന്നുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഒരു ചെങ്ങായി അവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അച്ഛനമ്മയ്ക്കൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ഒറ്റ പോക്ക് ആരോട് പറയാണ്ട് ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒരു തേങ്ങ എടുക്കൂല, ഒറ്റ പോക്ക കാട്ടിക്ക് ട്രിപ്പ് ഒറ്റയ്ക്ക്. ഇവൻ്റെ കയ്യിൽ സാമഗ്രികൾ അപ്പോൾ ഉള്ള കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവൻ അവിടെ പോയിട്ട് കാട്ടിലെ ഫുഡ്, ഫ്രൂട്ട്സ്, റൂട്ട്സ് ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനം എന്താ വെച്ചാൽ ഇപ്പം കഴിച്ച ഇപ്പം ഇങ്ങനെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാണ്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവൻ്റെ ബാക്കിലുള്ള, അതായത് ഇവൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ച, ഇവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കെയർ ചെയ്യുന്ന, കൺസേൺ ചെയ്തിരുന്ന ആളുകളൊക്കെ പറ്റിച്ചിട്ടല്ലേ ഇവൻ പോണത്. അങ്ങനൊരു സംഭവമില്ലേ, അങ്ങനൊരു പെർസെപ്ഷൻ അതിലില്ല, അങ്ങനൊരു പോയിൻ്റ് ഓഫ് വ്യൂ POV അതിലില്ലേ ഗൈസ്. അപ്പോൾ അവൻ ചെയ്ത് ചേട്ടത്തരല്ലേ. അവൻ എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ അവിടെ മരിക്കും. അതായത് ഒരു സാധനം അവൻ കഴിക്കും, ആ ഭക്ഷണം കഴിച്ചത് ദഹനം ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. അവസാനം എന്താണെന്ന് വെച്ചാൽ ഇവന് കാര്യങ്ങളും ദഹിക്കണില്ല, ഭക്ഷണം ദഹിക്കണില്ല. അവസാനം ഇപ്പോൾ തടിയൊക്കെ കുറഞ്ഞ് ഏറ്റവും അവസാനം അവൻ ചാവും, കാട്ടുകടന്ന് ചാവും. ഇതാണ് ഒരവസ്ഥ. അപ്പോൾ അവൻ്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. വേണം ഇങ്ങനെ എടുത്തു പറയാം, അവൻ ഇത്രയും ഉത്തരവാദിത്തങ്ങൾ നാട്ടിൽ നിറവേറ്റാനുണ്ടായിരുന്നിട്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടി, അങ്ങനെ പറയാം ഒരാങ്കിള്. അപ്പോൾ അവൻ മഹാദുഷ്ടനും ഒക്കെയായി മാറി. രണ്ടാമത്തെ വരുന്നത് അവൻ ആ പെണ്ണിനെ ചതിച്ചു, അങ്ങനെ ഒരു രീതിയിൽ എടുക്കാം. വേറൊരു സംബന്ധിച്ച് അവൻ വയസ്സായ അച്ഛനും അമ്മയും നോക്കേണ്ട പോയി, അങ്ങനെ എടുക്കാം. വേറെ ചില ആളെന്താ വെച്ചാൽ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പലരും ഇങ്ങനെയാണ്, ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഒരു ചങ്ങായി. അതിൻ്റെ അഡ്വഞ്ചറസ് ആയ ഒരു വൈബോട് കൂടി അവൻ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അവൻ ഒരു കരടിയുടെ അടുത്തൊക്കെ വയ്യാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരവസ്ഥ ഉണ്ട് കേസ്. അപ്പോൾ അങ്ങനെ എടുക്കുക. ഇൻ ടു ദ വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരുപാട് വ്യൂവേഴ്സിനെ സമ്പാദിച്ച ഒരു മൂവിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേസ്. ഞാനിത് അവിടെ ഇവിടെയൊക്കെ വെച്ച് കുറേ പോയിൻറ്റ്സ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പുള്ളി ഫിറോസിനും സജ്ജനയ്ക്കും റസൂൽ പൂക്കുട്ടിക്കും ഇവരുടെയൊക്കെ മക്കൾക്കുമൊക്കെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന ഗൈസ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ആദ്യമായിട്ടൊരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഗൈസ്. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയില്ല.